അന്നദാനം. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായത് അന്നദാനമാണ്. മറ്റ് ഏതൊരു ദാനവും അന്നദാനത്തോളം മഹത്വമേറിയതാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? വിശന്നു വലഞ്ഞു വരുന്ന ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആശ്വാസവും അത് കഴിച്ച ശേഷം ഉണ്ടാകുന്ന സംതൃപ്തിയും അന്നദാതാവിന് അനുഗ്രഹമായി പരിണമിക്കുന്നു. ധനം, വസ്ത്രം, സ്വർണം, ഭൂമി ഇവയിൽ ഏതു കൊടുത്താലും വാങ്ങുന്നയാൾക്ക് കുറച്ചുകൂടി കൊടുത്താൽ അതും അവർ വാങ്ങും. എന്നാൽ അന്നദാനം ലഭിച്ചാൽ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ സംതൃപ്തിയോടെ മതി എന്ന് പറയും. അന്നദാനത്തിലൂടെ ഏറ്റുവാങ്ങുന്ന ആൾക്ക് പരിപൂർണ സംതൃപ്തിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. മറ്റ് ഏതൊരു ദാനത്തിലൂടെയും ഇതുപോലൊരു പരിപൂർണ സംതൃപ്തി കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആൾക്കും ആർജിക്കാൻ കഴിയില്ല. അന്നദാനം നടത്തിയാൽ ദാരിദ്ര്യവും കടവും വരില്ലെന്നാണ് വിശ്വാസം. കൂടാതെ കുടുംബത്തിൽ സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും. ജീവൻ നിലനിർത്താൻ ഭക്ഷണം അത്യാവശ്യമാണല്ലേ? അന്നദാനം നൽകുന്നതിലൂടെ ഒരാൾക്ക് ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അന്നദാനം മറ്റു ദാനങ്ങളെക്കാൾ മഹത്തരം എന്ന് പറയുന്നു. 1000 കൊമ്പനാനകള്, 1000 പടക്കുതിരകള്, 1 കോടി പശുക്കള്, നവരത്നങ്ങൾ പതിച്ച അനവധി സ്വർണ്ണാഭരണങ്ങള്, പാത്രങ്ങള്, സമുദ്രത്തോളം ഭൂമി എന്നിങ്ങനെ നിരവധി ദാനങ്ങൾ ചെയ്താലും അതൊന്നും അന്നദാനത്തിന് പകരമാവില്ലെന്നാണ്. അന്നദാനത്തെപ്പറ്റി പുരാണങ്ങളിലും പറയുന്നുണ്ട്. ശിവപുരാണത്തിലും വരാഹപുരാണത്തിലും തൈത്തരീയ ഉപനിഷത്തിലും ഒക്കെ പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും വാതിൽക്കൽ എത്തുന്നവരെ അന്നവും ആതിഥ്യ മര്യാദകളും നൽകാതെ തിരിച്ചയക്കരുത്. അതേപോലെ വീട്ടിൽ വരുന്ന പക്ഷി മൃഗാദികൾക്കായിട്ട് കുടിക്കാൻ വെള്ളവും കുറച്ച് ചോറും ഒക്കെ പറമ്പിൽ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അതും നമ്മളാൽ കഴിയുന്ന അന്നദാനം തന്നെയാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് ഈ ചാനലിന്റെ വളർച്ചയിൽ വലിയൊരു സപ്പോർട്ടാവും. നമസ്തേ.